ഭൗതിക വസ്തുക്കൾക്കല്ല, സ്നേഹത്തിന് മാത്രമേ ജീവിതം നിറയ്ക്കാൻ സാധിക്കൂവെന്ന് ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഓഗസ്റ്റ് 4 നടന്ന ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഭൗതിക വസ്തുക്കളുമായി നമുക്കുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. ഭൗതിക വസ്തുക്കൾ ജീവിതത്തെ സംതൃപ്തമാക്കുന്നില്ല. അവ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ജീവിതം നിറയ്ക്കാൻ സ്നേഹത്തിന് മാത്രമേ കഴിയൂ എന്നും പാപ്പ വെളിപ്പെടുത്തി. വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസത്തിന് സ്ഥലവും വീടും വീട്ടുപകരണങ്ങളും അടക്കം നൽകാൻ പദ്ധതിയൊരുക്കുമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി. ദീപികയും KCBCയും ചേർന്ന് നടപ്പാക്കുന്ന ദുരിതാശ്വാസ പദ്ധതി സംബന്ധിച്ച് KCBC JPD കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് വിപുലമായ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കിയത്. ദുരിതബാധിതരെ സഹായിക്കാൻ മാനന്തവാടി രൂപത കർമ്മ പദ്ധതി തയ്യാറാക്കിയതായി മാനന്തവാടി രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുരനേടവും അറിയിച്ചു. മാനന്തവാടിക്കടുത്ത് 8 ഏക്കർ ഭൂരഹിതർക്കായി നൽകാൻ തയ്യാറാണ്. 50 വീടുകളും നിർമ്മിച്ചു നൽകും. കൂടാതെ 200 കുടുംബങ്ങൾക്ക് 30,000 രൂപ വില വരുന്ന വീട്ടുപകരണങ്ങൾ അടങ്ങുന്ന കിറ്റ് നൽകുമെന്നും മാർ ജോസ് പുരനേടം അറിയിച്ചു. മേപ്പാടിയിലും ചൂരൽമലയിലും മുണ്ടക്കായിലും തകർത്ത ഉരുൾപൊട്ടലിൽ സർവ്വതും ഉപേക്ഷിച്ച് ജീവനു വേണ്ടി പാഞ്ഞവർക്ക് അഭയകേന്ദ്രമായത് ചൂരൽമല സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിയായിരുന്നു. പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ ബാക്കിയായവർക്ക് ആദ്യം അഭയമായത് ഈ പള്ളിയും പാരിഷ് ഹാളുമായിരുന്നു. അപകടം നടന്നയുടനെ പള്ളിയിലെ പാരിഷ് ഹാളിലാണ് എല്ലാവരെയും രക്ഷപ്പെടുത്തി എത്തിച്ചത്. ഇടവകാംഗങ്ങളായ 9 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 7 പേരുടെ മൃതദേഹം മാത്രമാണ് കണ്ടെടുക്കാനായത്. വികാരി ഫാദർ ജിബിൻ വട്ടക്കുളം പറഞ്ഞു. സാധാരണയായി ഞായറാഴ്ച ആഘോഷപൂർവ്വമായ കുർബാന നടക്കുമ്പോൾ ഇന്നലെ ചൂരൽമല ദേവാലയത്തിൽ അർപ്പിച്ചത് മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന അർപ്പണമായിരുന്നു. മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തുന്നതാണ് ക്രൈസ്തവ സാഹോദര്യമെന്ന് ഉത്ബോധിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. സാഹോദര്യത്തിന്റെ പുതിയ ആഹ്വാനങ്ങൾ ചെറിയ സമൂഹങ്ങളിൽ മുഴങ്ങിക്കേൾക്കുവാൻ തുടങ്ങിയെങ്കിലും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പലപ്പോഴും ആഹ്വാനങ്ങൾ വാക്കുകളിൽ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിതത്തിൽ മാതൃകയാകുവാൻ പലരും പരിശ്രമിച്ചില്ല. സഹോദരൻ എന്ന നാവിൽ പറഞ്ഞുകൊണ്ട് ഹൃദയം കൊണ്ട് അവനെ വെറുക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു.